നമസ്കാരം. അമേരിക്കൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കവിത മമ്മായിൽ തെക്കന്മാർ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, നമ്മുടെ അച്ഛൻ. ഇന്ന് അച്ഛന്മാരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫാദേഴ്സ് ഡേയിൽ നമുക്ക് നമ്മുടെ സൂപ്പർ ഹീറോകൾക്കായി ഒരു സൂപ്പർ ഡാഡ് കേക്ക് തയ്യാറാക്കാം. നമ്മളിന്ന് ഒരു ചോക്ലേറ്റ് ഫ്ലേവേർഡ് കേക്കാണ് സൂപ്പർ ഡാഡ്സിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1.5 കപ്പ് ഷുഗർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1 ടീസ്പൂൺ വെനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനിഗർ, 1.5 ടീസ്പൂൺ വീതം സോൾട്ട്, ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, 1/2 കപ്പ് ഓയിൽ, 1/2 കപ്പ് ബട്ടർ മിൽക്ക്, 1 കപ്പ് ബോയിലിംഗ് വാട്ടർ. ആദ്യം നമുക്ക് ഈ ഓൾ പർപ്പസ് ഫ്ലവറിലേക്ക് സോൾട്ട്, ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു വലിയ ബൗളിലേക്ക് പഞ്ചസാരയും 2 മുട്ടയും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെനില എസൻസ് ചേർക്കാം. പിന്നെ ബാച്ചായിട്ട് ഈ ഓൾ പർപ്പസ് ഫ്ലവർ ആൻഡ് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. മിക്സ് ചെയ്യാം. ഈ മിക്സ്ചർ ഇപ്പോൾ കുറച്ച് തിക്കായിരിക്കും, പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ 1 കപ്പ് ബോയിലിംഗ് വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ലൂസൺ അപ്പ് ചെയ്തോളും. നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ഇട്ട് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ 1 കപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ബോയിലിംഗ് വാട്ടർ അതിലൊഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. ഈ ബോയിലിംഗ് വാട്ടർ അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൊക്കോ പൗഡർ ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത്. നമ്മളിനി മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ബാറ്റർ യൂഷ്വൽ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ച് വാട്ടറി ആയിരിക്കും, പക്ഷേ ബേക്ക് ചെയ്ത് വരുമ്പം അതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്ത് ബാറ്ററായി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനിഗർ ആഡ് ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 325 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 40 to 45 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിത് 2 7-inch പാനിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഇനി ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 കേക്കും ഇവിടെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വയർ റാക്കിൽ വെച്ച് തണുത്തതിന് ശേഷം അവിടെ ഇരുന്ന് അത് നന്നായി റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നമുക്ക് ഐസ് ചെയ്യാം. ഇതുപോലെ ഒരു ലെവലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നമുക്കിത് ലെവൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സെറാൻ റാപ്പ് വെച്ചിട്ടാണ് ഈ കേക്ക് വെച്ചിരിക്കുന്നത്.
ഈ ഒരു ചെറിയൊരു ബംപ് മാറ്റി കഴിയുമ്പം നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടും. 1:3 റേഷ്യോയിൽ ബട്ടർ ആൻഡ് പൗഡേർഡ് ഷുഗർ ഇട്ടിട്ടാണ് ഈ ബട്ടർ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അത് കുറച്ച് ഇതിൻ്റെ ബേസിൽ തേക്കാം. ഇതിൻ്റെ ബേസിൽ ഈ ബട്ടർ ക്രീം വെക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് അതിൽ നന്നായി ഉറച്ചിങ്ങനെ നിൽക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ബട്ടർ ക്രീം തേക്കാം. ബട്ടർ ക്രീം ഒന്ന് ലെവലായി തേച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ കേക്ക് ഇതിന് മുകളിലായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം ബട്ടർ ക്രീം യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് എന്ന് പറയുമ്പം വളരെ തിന്നായൊരു ലെയർ മാത്രമേ നമ്മൾ ഈ ബട്ടർ ക്രീം ഇതിൽ അപ്ലൈ ചെയ്യുള്ളൂ. അതിൻ്റെ ക്രംസ് പുറത്ത് വരാതെ ടൈറ്റായിട്ട് നിൽക്കാനാണ് ക്രം കോട്ട് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സോളിഡിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിന് മുകളിൽ അടുത്ത ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇറ്റ് കുഡ് ബി ഇത് ഫോണ്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ ബട്ടർ ക്രീം എന്താണെങ്കിലും. അങ്ങനെ നമ്മുടെ മുഴുവൻ കേക്കും ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 hour to 1 hour വയ്ക്കാം. ബട്ടർ ക്രീം തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഇപ്പം സെറ്റായിട്ടുണ്ട്. നമുക്കതിനെ ഒരു വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ച് കവർ ചെയ്യാം. അതിനായി ഞാനിത് നന്നായി കുഴച്ച് സോഫ്റ്റാക്കി ഇനി ഇതുപോലെ ഒരു സിലിക്കോൺ മാറ്റിൽ വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം. ഫോണ്ടൻറ്റ് നന്നായി പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കേക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ റോളിംഗ് പിന്നിലേക്ക് ഇത് ഇതുപോലെ എടുത്ത് കേക്കിന് മുകളിലായി വെക്കണം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കൈ ഉപയോഗിച്ച് ഇത് ഈ കേക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഒരുവിധം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ വഴിഞ്ഞ് നിൽക്കുന്ന ഈ പീസസ് ഒന്ന് ഒരു സിസേഴ്സ് വെച്ചിട്ട് മുറിക്കണം. കാരണം ഇത് വല്ലാതെ ഹെവിയായി നിന്നാൽ ഈ എഡ്ജസൊക്കെ ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു എക്സാക്റ്റോ നൈഫ് യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഫോണ്ടൻറ്റ് കൊണ്ട് കവർ ചെയ്ത് റെഡിയായി. ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെക്കറേഷൻസിനായി ഞാനിവിടെ 2 കളർ ഫോണ്ടൻറ്റാണ് എടുത്തിരിക്കുന്നത്, റെഡ് ആൻഡ് യെല്ലോ. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിനായി ഞാൻ ഇതുപോലെ ഒരു ചെറിയ റോളിംഗ് പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കൊരു സൂപ്പർമാൻ്റെ ആ ഒരു എംബ്ലം പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എക്സാക്റ്റോ നൈഫ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് ഒന്നുകിൽ ഐബോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ച് ആദ്യം തന്നെ ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ടോ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് യെല്ലോ കൂടി കട്ട് ചെയ്തെടുക്കാം. അതും ഇതുപോലെ പരത്താം. ഓബ്വിയസ്ലി അതിനേക്കാളും കുറച്ച് ചെറിയ പീസായിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്.
ഇങ്ങനൊരു പീസാണ്. അത് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ അത് ഒട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് വെച്ചാൽ അത് നന്നായി ഒട്ടി നിൽക്കും. നെക്സ്റ്റ് നമുക്ക് ഈ റെഡ് ഫോണ്ടൻ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു സൂപ്പർ ഡാഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിനായി ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് ഇതുപോലത്തെ ആൽഫബറ്റ്സിൻ്റെ ഒരു സ്റ്റെൻസിൽ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആൽഫബറ്റ്സായി നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇത് മുഴുവൻ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഡാഡിൻ്റെ ലോഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്കിന് ഒരു ചുവന്ന ഈ ഫോണ്ടൻറ്റ് വെച്ച് ഒരു സ്ട്രിപ്പ് വെച്ച് അതിന് അടിഭാഗത്ത് ഒരു ബോർഡർ കൊടുത്തു. ഇനി അവിടെ ഒരു കുറച്ച് ബ്ലൂ കളർ പെയിൻ്റ് എടുത്ത്, ഫുഡ് കളറാണത്, അത് വളരെ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്കിതുപോലെ കുറച്ച് സ്വതവേ സൂപ്പർമാൻ്റെ തീം ചെയ്യുമ്പം അതിൽ ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ കളേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ ഞാനിവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് ചുറ്റും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ അതിൻ്റെ ചുറ്റും ബ്ലൂ ബോർഡർ കൊടുത്തു. ഇനി ഈ സൂപ്പർ ഡാഡിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ 2 ഡവൽസ് എടുത്തിട്ടുണ്ട്. വുഡൻ ഡവൽസാണ്. അത് രണ്ടും ഇതിൽ വയ്ക്കാം. അതിനുശേഷം കുറച്ച് കട്ടിയുള്ള 2 പീസ് ഫോണ്ടൻറ്റ്, അത് നമുക്ക് കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഈ വുഡൻ പീസിൽ ഒട്ടിച്ചു വയ്ക്കാം. നമുക്ക് നമ്മുടെ എംബ്ലം ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ടൊരു സൂപ്പർമാൻ കേപ്പ് കൂടി വെച്ച് കൊടുക്കാം. ഇതും ഞാൻ റെഡ് ഫോണ്ടൻ്റ് കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ സൂപ്പർ ഡാഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ അച്ഛന്മാരെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലുള്ള സൂപ്പർ ഡാഡിനെ കൊണ്ട് ഇത് കട്ട് ചെയ്യിക്കാൻ പോവുകയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. Happy Father's Day, Acha. Happy Thank Father's you. Day, Acha. You ready to cut the cake? Yep. കേക്ക് എങ്ങനെയുണ്ട്? Delicious. US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ പേരിൽ എല്ലാ അച്ഛന്മാർക്കും Happy Father's Day.